കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു നേർചിത്രമാണ് നമ്മളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ. ഇവിടെ നമുക്ക് കാണാം പരസ്യമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കാണാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 വർഷമായിട്ട് പെരുമ്പാവൂര് മയക്കുമരുന്നിൻ്റെ ഒരു മാർക്കറ്റായി മാറി. ഇത് ഒരു വലിയ ഒരു അധോലോകം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിൽക്കുന്ന രീതി അവർക്ക് പോലീസിനും അറിയാം, എക്സൈസിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇല്ലാതാക്കാൻ അവർക്ക് പറ്റണില്ല. ഇതെന്തുകൊണ്ടാണ് ഈ അധികാരികൾ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാത്തത്? പ്രതികരിച്ച പോലീസ് ഞങ്ങൾ കേസെടുക്കും. ഇവരുടെ കയ്യിൽ നിന്ന് 25,000 50,000 ഒക്കെ പാർട്ടി ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത്. കൊച്ചു കേരളത്തിൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് പെരുമ്പാവൂർ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ ആ ഒരു പരിസരത്തു നിന്ന് എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദൂരത്തു നിന്ന് എടുത്തേക്കുന്നത്. അത് വളരെ പബ്ലിക്കായിട്ട് ആൾക്കാരൊക്കെ പോകുന്ന ഒരു വഴി നിന്നിട്ടാണ് ഇവന്മാരൊക്കെ ഇത് ചെയ്ത് കൂട്ടുന്നത്. സിഗരറ്റും ഹാൻഡ്സും കഞ്ചാവും ഒക്കെ കഴിഞ്ഞിട്ട് ഇവന്മാർ എന്തൊക്കെയാണ് കുത്തിക്കയറ്റുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ അടിച്ചിട്ട് ഇവന്മാർ പകലും രാത്രിയൊക്കെയാണ് കറങ്ങി നടക്കും. ആവശ്യം നമ്മുടെ രാത്രി വരുന്ന നമ്മുടെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർ, കോളേജിനും ട്യൂഷനും അത് കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് വരുന്ന കുട്ടികൾ, ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകൾ, ഇവരെല്ലാം നടക്കുന്ന വഴിയില്ല നമ്മുടെ പെരുമ്പാവൂർ. ഒരു കാര്യം ഉണ്ടായിട്ട് പിന്നീട് അതിനുള്ളൊരു ആക്ഷൻ എടുക്കുക, പിന്നീട് റെയ്ഡ് നടത്തുക, സെർച്ച് ചെയ്യുക, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഓടുകയാണെന്ന് ഒരു കാര്യമില്ല. ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവന്മാർ ഉപയോഗിക്കുന്നു. നാളെ എത്തുന്നത് കുറച്ച് കോളേജ് സ്റ്റുഡൻസിലേക്കായിരിക്കും എത്തുക. അത് പിന്നീട് നമ്മുടെ കുട്ടികളിലേക്ക് എത്തും. ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, നിങ്ങൾ കുറച്ചും കൂടി കാര്യമായിട്ട് ഇടപെടണം, സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കണം. കാരണം ഇത്ര ഓപ്പൺ ആയിട്ടാണ് ഇത് ഒളിച്ചും പാത്തുമൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. നമസ്കാരം. നിങ്ങൾ ഈ കണ്ട ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ വേറെ എങ്ങുന്നതുമല്ല, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ഇത്തരത്തിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെയൊക്കെ അറിയാം, പെരുമ്പാവൂരിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരെല്ലാവരും വലിയ രീതിയിൽ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അതുകൂടാതെ ഇപ്പോൾ കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു നേർചിത്രമാണ് നമ്മളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിനടുത്ത് നിൽക്കുന്നത്. ഫിഷ് മാർക്കറ്റ് റോഡാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഫിഷ് മാർക്കറ്റിൻ്റെ സൈഡിലാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും തന്നെ വലിയ രീതിയിൽ തടിച്ചുകൂടുന്നതും അവരുടെ ലഹരി ഉൽപ്പന്നങ്ങൾക്ക് വിൽപ്പനയൊക്കെ നടത്തുന്നതും. ഇവിടെ നമുക്ക് കാണാം പരസ്യമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കാണാം. അതായത് തട്ടിട്ടിരിക്കുക. ഇത് ഒരു മൊബൈൽ ഷോപ്പാണ്. ഇത് ഈ ഫിഷ് മാർക്കറ്റ് റോഡിലെ ഒരു മൊബൈൽ ഷോപ്പാണ്. ഈ ബിൽഡിങ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അവളുടെ കൈവശമുള്ളതാണ്. ഈ മുനിസിപ്പാലിറ്റി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിന് മുമ്പിലാണ് നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ. നമുക്ക് ഇവിടെ വന്ന് പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവിടെ പാൻ മസാലയുടെ തട്ടുകളൊക്കെ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ തരത്തിൽ ഇവിടെ പരസ്യമായി വിൽപ്പന നടത്തുന്നത് ഇതെന്തുകൊണ്ടാണ് ഈ അധികാരികൾ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാത്തത്? ഇതൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ പിന്തുണയുണ്ട് എന്നാണ്. പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ ഇവർ വിൽക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയുള്ള നാട്ടുകാരും അത് സംബന്ധിച്ച് ഈ കാര്യത്തിലൊരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നതും അതുതന്നെയാണ്. ഇവിടെ വലിയ രീതിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ ഈ പ്രാദേശിക പിന്തുണയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് പരസ്യമായി തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു വാസ്തവം. നമുക്ക് ഈ കാണാം, ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ഈ സൈഡിലൊക്കെ ഒരുപാട് ബംഗാളികളൊക്കെ ഉണ്ട്. അവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ലഹരി മരുന്ന് വിൽക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത്തരത്തിൽ ഈ അതിഥി തൊഴിലാളികളെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ആളുകളാണ് ഇത്തരത്തിൽ ഈ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി വിൽക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ഈ പെരുമ്പാവൂരിലെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ബഷീർക്ക നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. ഇവിടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 10 വർഷമായിട്ട്
പെരുമ്പാവൂർ മയക്കുമരുന്നിൻ്റെ ഒരു മാർക്കറ്റായി മാറി. നമ്മൾ ഇവിടെ കഴിഞ്ഞ 5 വർഷം ഇവിടെ മുനിസിപ്പാലിറ്റി ഇവിടെ തിരിഞ്ഞു നോക്കുകയോ ഇതിനൊക്കെ എതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടില്ല. ഇത്തവണ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അവർ വന്ന് ഇവരെ ഇങ്ങനെ ഓടിക്കും സാധനം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ പോയി കഴിയുമ്പോൾ വീണ്ടും ഇവിടെ ഈ ഒരു സുലഭമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇവിടെ റോഡ് സൈഡിൽ നിരോധിത പാൻ മസാല, അതുമാതിരി തന്നെ മിച്ചർ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇവരൊക്കെ ഈ മയക്കുമരുന്നിൻ്റെ ഏജൻറ്റന്മാരാണ്. അവരുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലും അല്ലെങ്കിൽ ആ കടകളുടെ ഉള്ളിലും മയക്കുമരുന്ന്, MDM അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതിൻ്റെ കഞ്ചാവ്, ഇതൊക്കെ ഈ ഇവിടെ സുലഭമാണ് എന്നും ഇവിടെ പോലീസ് പലരെയും പിടിക്കണമുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതാക്കാൻ ഇത് പറ്റണമെങ്കിൽ ഇവിടുത്തെ മുനിസിപ്പൽ ഈ കോർപ്പറേഷൻ തീരുമാനിച്ചാലല്ലാതെ നടക്കില്ല. കാരണം റോട്ടിലല്ലേ വെച്ചുകൊണ്ടിരിക്കണേ. ഒരു കട വാടകയ്ക്ക് കൊടുത്താൽ, മൊബൈൽ കടയ്ക്ക് വാടകയ്ക്ക് കൊടുത്താൽ മൊബൈൽ കട നടത്തണം, പലചരക്കടക്ക് കൊടുത്താൽ പലചരക്കട നടത്തണം. അതിൻ്റെ ഫ്രണ്ടിൽ ഈ മുറുക്കാൻ്റെ പെട്ടിയും വെച്ച് അതിനകത്ത് അവരുടെ പോക്കറ്റിൽ മുമ്പിൽ ഈ വച്ചേക്കുന്ന സാധനം കണ്ടാൽ നമുക്ക് നിരോധിത പാൻ മസാലയാണെങ്കിലും അവരുടെ പലവരുടെയും ഒരു കടയിൽ 4-5 ആളുണ്ട്. ഒരാളവിടെ നിൽക്കും, 4 ആൾ കഞ്ചാവും ഈ ഡപ്പയും ഈ ഇതേമാതിരി തന്നെ ഈ MDM ഒക്കെ പോക്കറ്റിൽ വെച്ചും കൊണ്ട് ദൂരെ മാറിയിരിക്കും. ഇവർ കസ്റ്റമറെ പിടിച്ചു കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് അവർ വന്ന് ഈ സാധനം വിൽക്കുന്ന രീതി അവർക്ക് പോലീസിനും അറിയാം, എക്സൈസിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇല്ലാതാക്കാൻ അവർക്ക് പറ്റണില്ല. അവർ ചെയ്യേണ്ട പണി 24 മണിക്കൂർ തന്നാൽ ഞങ്ങൾ ഇതൊക്കെ നിർത്തിത്തരാം. ഞങ്ങൾക്ക് അതിൽ കേസെടുക്കരുത്. ഞങ്ങളിവിടെ ഇതിനു മുമ്പ് ഇവിടെ ഈ സാധനം ആദ്യം ഒരു സ്കൂൾ കുട്ടിക്ക് കൊടുക്കണ കണ്ട് ഞങ്ങളത് ചോദ്യം ചെയ്ത് ഈ സാധനമൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കതിരെ കേസെടുത്ത് ഇന്നും കോടതിയിൽ കേസെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പ്രതികരിച്ച പോലീസ് ഞങ്ങൾ കേസെടുക്കും. ഇതൊക്കെ കച്ചവടം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് കച്ചവടം ചെയ്യാം. അവർക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊന്നും നമ്മുടെ ഈ നാട്ടുകാരല്ല. പാലയും കോട്ടയവും തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്ന് ഇവിടെ ജോലി ചെയ്യണം. അവരുടെ മക്കൾ സേഫാണ്. ഞങ്ങളുടെ മക്കളല്ലേ സേഫ് അല്ലാത്ത. അപ്പോൾ ഇവിടുത്തെ നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടികൾ എത്രയുണ്ട്, ഇവരെല്ലാ കാര്യത്തിനും പ്രതികരിക്കണ ഈ പാർട്ടിക്കാർ അല്ലെങ്കിൽ അവരുടെ യുവജന സംഘടനകൾ ഇവരൊന്നും ഇതിനേരെ പ്രതികരിക്കാത്തെന്താ? അപ്പോൾ അവരുടെ ജില്ലാ സമ്മേളനങ്ങൾക്കും സംസ്ഥാന സമ്മേളനങ്ങൾക്കും പിരിവ് നടത്തണം. ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ 150 അല്ലെങ്കിൽ ചിലപ്പോൾ 200 കൊടുക്കും. ഇവരുടെ കയ്യിൽ നിന്ന് 25,000 50,000 ഒക്കെ പാർട്ടി ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഇത് നടത്തണേ. അപ്പോൾ നമുക്ക് തടയാൻ പറ്റില്ല. പോലീസിനോ അല്ലെങ്കിൽ എക്സൈസിനോ ഇനി ഇവിടുത്തെ കേരള സർക്കാരിനോ ഒന്നും തടയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ നേതാക്കന്മാർ ഇതിൻ്റെ പൈസ പറ്റാണ്. പാർട്ടിയുടെ സംരക്ഷണം ഇല്ലെങ്കിൽ ഈ പാർട്ടിക്കാരിറങ്ങട്ടെ, അവർ പറയട്ടെ ഞങ്ങളിതിനെതിരാണെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ഈ തവണ ഈ കാര്യം പറഞ്ഞ് ഈ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലൊക്കെ മത്സരിച്ച ഒരാളാണ്, മയക്കുമരുന്നിനെതിരെ മത്സരിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്ന് പെരുമ്പാവൂർ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മത്സരിച്ചത്. പക്ഷേ മയക്കുമരുന്നിനെതിരെ മത്സരിച്ച് ഞാൻ തോക്കാൻ കാരണം ഇവിടെ മയക്കുമരുന്ന് വേണം നമ്മുടെ നാട്ടിൽ എന്നുള്ളവരാണ്, എന്ന അഭിപ്രായക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരായാലും ശരിയാണ്, മറ്റുള്ളവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തു. ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. ഇതിൻ്റെ കമ്മീഷൻ മേടിച്ച് ഇവിടെ വിൽക്കുന്നതിന് സപ്പോർട്ട് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോൾ 2,000, 2,500, 3,000 ഒക്കെ കമ്മീഷൻ മേടിക്കുന്ന ആളുകളുണ്ട്. അവരെങ്കിലും പിടിക്കാൻ പാടില്ല പോലീസുകാർക്ക്. ഇപ്പോൾ ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ്, ആ മൊബൈൽ ഷോപ്പിൻ്റെ മുന്നിൽ ഒരു 3 തട്ടിട്ടപ്പുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഷോപ്പുകാർ തന്നെയാണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത്. മൊബൈൽ ഷോപ്പ് അത് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്ങാണത്. ഈ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ എഗ്രിമെൻ്റ് ഉണ്ട് ഇവരായിട്ട്, എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്. അവർ മൊബൈൽ ഷോപ്പിനാണെങ്കിൽ മൊബൈൽ ഷോപ്പ് എന്നുള്ള ലൈസൻസ് ഉണ്ടാവും, അതല്ലെങ്കിൽ കഞ്ചാവ് കച്ചവടത്തിനാണെങ്കിൽ കഞ്ചാവ് എന്നുള്ള ലൈസൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലും പരിശോധിക്കാൻ ഇവർ തയ്യാറല്ല. ഇതും അപ്പുറത്ത് കാണുന്ന ഈ നേരെ അപ്പുറം കാണുന്ന ഈ ബിൽഡിങ്ങും മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങാണ്, മുനിസിപ്പൽ ബിൽഡിങ്ങാണ്. അതിനൊക്കെ മാനദണ്ഡങ്ങളോടുകൂടിയാണ് ഇതൊക്കെ വാടക കൊടുത്തേക്കുന്നത്. ഇതൊന്നും പരിശോധിക്കാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ അതല്ലെങ്കിൽ ഇവിടുത്തെ നിയമപാലകരോ തയ്യാറാവാത്തോടത്തോളം കാലം ഇത് നമ്മുടെ നാട്ടിലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇത് മയക്കുമരുന്ന് ഇവിടെ കപ്പലണ്ടി കച്ചവടം ചെയ്യണമെങ്കിൽ പോലും ഇവിടെ പൊതുവഴി വിൽപ്പന ചെയ്യണമെങ്കിൽ അവർ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസോ ID കാർഡോ വേണമെന്ന് ചോദിക്കണവർ. ഈ മയക്കുമരുന്നിന് മാത്രം ലൈസൻസ് വേണ്ട. മയക്കുമരുന്നിന് ഇവിടെ സുലഭമായിട്ട് വിൽക്കാം, പബ്ലിക്കായിട്ടാണ് വിൽക്കുക, പരസ്യമായിട്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ആ സൈഡിൽ ഉള്ളിൽ ഒക്കെ മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കൂടാണ് ഇവിടെ വേറെ ഒന്നും വേണ്ട. ഇവിടെ വന്ന് പോലീസുകാർ ഇവിടെ വെറുതെ വെക്കണവരുടെ അടുത്ത് ചോദിച്ചാൽ
നമ്മളൊക്കെ പണ്ട് ഞങ്ങൾ ഓർക്കുന്നുണ്ട് വല്ല സമയം കളയാൻ വേണ്ടി ഒരു കിളങ്ങയിലിരുന്ന് കഴിഞ്ഞാൽ വന്നും കൊണ്ട് നമ്മളെ പിടിച്ചിട്ട് എന്തെവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ അവർ പിടിച്ചുകൊണ്ട് ചോദിക്കും എന്തെവിടെ ഇരുന്നേ ചുമ്മാ ഇരുന്ന് സാറേന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പെറ്റി കേസ് എടുത്തിട്ടുണ്ട്. ഇവർ വെറുതെ രാവിലെ മുതൽ പാതിര വരെയും ഇവിടെ നിൽക്കുന്ന ഇവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും എടുക്കാത്ത എന്താ അവർ വെറുതെ നിൽക്കണമെങ്കിൽ വെറുതെ നിൽക്കണേ, ഇവിടെ നാളെ വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറയണ്ടേ. അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ വന്നവരുണ്ട്, പാവങ്ങളുണ്ട്, ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന പലരുണ്ട്. പക്ഷെ അല്ലാതെ ഇവിടെ രാവിലെ വന്ന് പെരുമ്പാവൂർ തങ്ങി നിൽക്കുന്നവർക്കൊക്കെ പെൺവാണിപ്പം, മയക്കുമരുന്ന് കച്ചവടം. ഇത് ഇവിടുത്തെ ചില കടക്കാരുടെയും ഇവരുടെയൊക്കെ ഒത്താശയോടുകൂടി നടക്കണം. ചില കടക്കാർക്ക് ഇവരിവിടെ വേണം, പെൺവാണിപ്പം നടന്നാലും വേണ്ടില്ല, മയക്കുമരുന്ന് കച്ചവടം ചെയ്താലും വേണ്ടില്ല. അവർക്ക് അവരുടെ വീട്ടിൽ നല്ല മട്ടനും നെയ്മീനൊക്കെ കൂട്ടി നല്ല ചോറ് തിന്നണം. ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ലേ? ഇടപെടാൻ അവർ ഇവിടെ ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെ അവർക്ക് പറയാൻ പാടില്ലേ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് നമ്മളുടെ സ്ഥാപനങ്ങളിൽ മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് കർശനമായിട്ടൊരു നടപടി സ്വീകരിക്കാമല്ലോ. അപ്പോൾ അത് ചെയ്യാത്തടത്തോളം കാലം അവരെയും നമ്മൾ ആ നേരിൽ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് അവരെ ന്യായീകരിക്കാൻ പറ്റില്ല ഒരിക്കലും. പിന്നെ നമ്മൾ ഈ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഒരു വ്യക്തിക്കാണ്. ആ വ്യക്തി മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്തേക്കണം. ആ വാടകയ്ക്ക് കൊടുത്തേക്കുന്ന ആളുകൾ ഇപ്പോൾ 500 രൂപ ഒരു ദിവസം വാടക വരുന്നുണ്ടെങ്കിൽ ഈ മുമ്പിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് 1000 രൂപ വാടക വാങ്ങിച്ചിട്ടാണ് ഈ മയക്കുമരുന്ന് കച്ചവടം അവിടെ ചെയ്യുന്നത്. 1000 2000 ഇത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ വെറുതെ ഒരു കടയുടെ മുന്നിൽ നമ്മുടെ മുന്നിൽ കട മറച്ചു വെച്ചുകൊണ്ട് ഒരു പാൻ മസാല കച്ചവടവും അതല്ലെങ്കിൽ ഈ നിരോധിത പാൻ മസാല വിൽക്കാനും ഒക്കെ ഇവർ വെറുതെ സമ്മതിക്കില്ലല്ലോ. ഒരു കടക്കാരൻ മൊബൈൽ കടയുടെ ഫ്രണ്ടിൽ ഒരു വൃത്തിയുള്ള കടയായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ഏത് പെരുമ്പാവൂരല്ലാത്ത വേറെ എവിടെ ചെന്നാലും ഒരു മൊബൈൽ കടയിലേക്ക് വന്നാൽ നമുക്ക് വേണമെങ്കിൽ ചോറിന പ്ലേറ്റ് വേണ്ട, അതിൻ്റെ മുമ്പിലിട്ട് ചോറിന. പക്ഷേ പെരുമ്പാവൂർ അതല്ല. നിങ്ങൾ ഈ റോട്ടിൽ കൂടെ നോക്കിയോ, ഇവിടെ ഈ നിരോധിത പാൻ മസാലയത്തെ ഒരു പാക്കറ്റ് ഇല്ലാത്ത ഒരു മേഖല ഇവിടെ ഇല്ല. ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ റോഡടിക്കാൻ നടക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങൾ ആ ചൂല് കൊണ്ട് അത് അടിച്ചെടുക്കാമെന്ന് പറഞ്ഞ പാട് ഞങ്ങൾ കണ്ട്. അവർ ശമ്പളം മേടിച്ചിട്ടായിരിക്കാം, പക്ഷേ അവരടിക്കേണ്ട സാധനം അല്ല അത്. ഇവിടെ നാട്ടുകാരാരെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച ഭക്ഷണപ്പൊതി പുറത്തിട്ടാൽ 5000 രൂപ ഫൈൻ അടക്കേണ്ട മുനിസിപ്പാലിറ്റിയാണത്. ഈ കണക്കിന് ഈ കച്ചറ ഇവിടെ വലിച്ചെറിഞ്ഞ് അവന്മാർ തന്നെ മുറുക്കി തുപ്പി ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വേറെ മൂലയിൽ ചെന്ന് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ മുറുക്കി ഒരുപാട് ആളുകൾ തുപ്പിയിട്ടേക്കണം ഇങ്ങനെ കാണാം. അപ്പോൾ ഇതൊന്നും തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്ങെങ്കിലും അവർ വാടക കൊടുത്തിരിക്കുന്ന ബിൽഡിങ്ങെങ്കിലും അവർ സംരക്ഷിക്കണ്ടേ. അവർ കൊടുത്തിരിക്കുന്ന വാടക കൊടുത്തത് എന്തിനാണോ അത് നടത്തിക്കോട്ടെ. അത് മുനിസിപ്പാലിറ്റി വാടക കൊടുത്തിരിക്കുന്നത് ചായക്കട നടത്താനാണെങ്കിൽ ചായക്കടക്കും അങ്ങനെ അത് കൊടുക്കേണ്ടതിന് പകരം ഇവർ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ നടത്തുന്നത് അവർ ഇതിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരും ഇതിൽ നിന്നും പണം പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ നമുക്ക് തലച്ചോറുള്ളവർക്ക് ചിന്തിക്കാൻ പാടില്ലേ. വെറുതെ നമ്മുടെ കടയുടെ മുമ്പിൽ വെറുതെ ഒരു കാരണവശാലും അവിടെ ഇരിക്കാൻ അനുമതി കൊടുക്കുമോ? അപ്പോൾ അവർ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ ബിൽഡിങ്ങുകളുടെ മുമ്പിൽ ഇങ്ങനെ ചെയ്യുന്നത് ആ കടക്കാർ. അപ്പോൾ ആ കടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് മുനിസിപ്പാലിറ്റി. ജംഗ്ഷനിലൊരു കടയാണ് അമീർ ഹോട്ടൽ എന്നുള്ള ഹോട്ടലിന് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ താഴെ വിൽക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇവിടെ നിറയെ. ഇതൊന്നും പോലീസും എക്സൈസും ഒന്നും കാണില്ല. ഇവിടെ നിറയെ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. കണ്ടില്ലേ, പരസ്യമായിട്ടാണ് ഇതൊക്കെ ഇവിടെ വിൽപ്പന നടത്തുന്നത്. എല്ലാം ഇഷ്ടംപോലെ സലൂണുണ്ട്, ഹോട്ടലുകൾ, ഇതിൻ്റെ എല്ലാം മറവിലാണ് ഇത്തരത്തിൽ ഈ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കണ്ടില്ലേ, ഇവിടെ മുഴുവനും ഈ ഒരു സംഭവമാണ്. ഇത് ഒരു വലിയ ഒരു അധോലോകം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മളെ പലരും ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. പോലീസ് എന്തായാലും കൃത്യമായി ഇടപെടണം. എപ്പോഴും സർക്കാർ പറയും ലഹരി വിമുക്ത കേരളമെന്നൊക്കെ. ഇഷ്ടംപോലെ ബാറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിവറേജസ് ഔട്ട്ലെറ്റും ഒക്കെ തുറക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ലഹരി പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നൊക്കെ എപ്പോഴും പറയുന്ന സർക്കാരാണ്. ആ സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇത്തരത്തിൽ ലഹരി വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ മോശമാണ്. അത് ഈ പാർട്ടിക്കാരുടെ ഒരു അനുമതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇവിടെ ഇത്തരം ലഹരി വിൽപ്പന പൊടിപൊടിക്കുന്നതുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് കൃത്യമായി ഇടപെടണം. നിങ്ങൾ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു പേരുദോഷം നിങ്ങൾ മാറ്റണം. എത്രയും വേഗം തന്നെ ഇതിന് നടപടി ഉണ്ടാക്കണം. നാട്ടുകാരൊക്കെ പറയുന്നത് അവരുടെ കയ്യിലേക്കൊന്ന് കൊടുക്കൂ, കുറച്ച് ഒരാഴ്ചത്തെ സമയം അവർക്ക് നൽകൂ,
അങ്ങനെയാണെങ്കിൽ ഇവിടെ മുഴുവൻ അവർ ക്ലീനാക്കി തരാമെന്നാണ് പറയുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതായത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ ഈ ലഹരി വസ്തുക്കളെല്ലാം കൂടി നാട്ടുകാർ ചേർന്ന് പിടികൂടുകയും അത് പിന്നീട് കത്തിച്ച് കളയുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തു. അതായത് ലഹരി വിറ്റോ കുഴപ്പമില്ല, അത് നശിപ്പിച്ച് കളയുന്നവർക്കെതിരെ കേസെടുക്കുമെന്നുള്ള നിലപാടാണ് പോലീസിനുള്ളത്. എന്തായാലും കൃത്യമായ ഒരു നടപടി വേണം, ഇല്ലെങ്കിൽ നമ്മുടെ നാട് ഒരു ചുവന്ന തിരിവായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പെരുമ്പാവൂരിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.